ഈ ഇലക്ഷൻ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മറ്റ് ഇലക്ഷനുകളെ അപേക്ഷിച്ച് ജനങ്ങൾ വളരെ ക്വയറ്റായിരുന്നു അല്ലേ. അതായത് റിസൾട്ടിൻ്റെ സമയത്തൊന്നും ഇന്ന് റിസൾട്ടാണെന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പണ്ടൊക്കെയാണ് പറഞ്ഞാൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞാൽ റിസൾട്ടിൻ്റെ ആ സമയത്ത് ജനങ്ങളുടെ അട്ടഹാസം ഇരിക്കില്ല. നമുക്ക് ആരും പറയേണ്ട കാര്യമില്ല. വളരെ തിരക്കും എന്താ പറയുക, ആളുകളുടെ ആഹ്ലാദ പ്രകടനങ്ങളും മൊത്തം ഒരു ഇതായിരുന്നു എല്ലാ ഭാഗങ്ങളിലും. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഒരു ശ്രദ്ധയുമില്ല. ഇലക്ഷൻ കഴിഞ്ഞു, അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് നല്ല തിരിച്ചറിവ് വന്നു എന്നാണ് ഇതിന്ന് മനസ്സിലാകുന്നത്. എന്താ പറഞ്ഞാൽ ഏതൊരുത്തൻ ജയിച്ചു, ഇനി അവനെ കാണണമെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയണമല്ല, അപ്പന അത് ജനങ്ങൾക്കൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ജനങ്ങൾ പഴയ ചൂടൊന്നുമില്ല. ഒരു 15-20 കൊല്ലം മുമ്പൊക്കെയാണ് പറഞ്ഞാൽ ഇലക്ഷൻ്റെ സമയം പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ആഘോഷമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ഇതും കണ്ടില്ല. പല ആളുകളും ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതേ അറിഞ്ഞിട്ടില്ല. ആളുകൾക്കൊക്കെ ഭയങ്കര തിരിച്ചറിവ് വന്നു, ആളുകൾക്കൊക്കെ ഭയങ്കര ബോധോദയം ഉണ്ടായി എന്നാണ് ഇന്നൊക്കെ മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ വെറുതെ സമയം വേസ്റ്റ്. അവരൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവരവർക്ക് കഴിക്കുക എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ബോധം എന്ന് പറയുന്നത് നല്ലൊരു ദിശാബോധം തന്നെയാണ്. മറ്റേ ടീമുകൾ കുറച്ച് ആഹ്ലാദം ഇല്ല എന്നല്ല, കുറച്ച് അടിമകൾ അല്ലെങ്കിൽ മറ്റേ ഇവന്മാർ തീറ്റിപ്പോറ്റുന്ന കുറച്ച് അടിമകൾ ഉണ്ടാകുമല്ലോ, അവർക്ക് മാത്രമേ ആഹ്ലാദവും അല്ലെങ്കിൽ പുറത്ത് നടക്കണ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. വേറെ സാധാരണക്കാരെ ഒരാളും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇലക്ഷനും ശ്രദ്ധിച്ചിട്ടില്ല, ഇലക്ഷൻ്റെ റിസൾട്ടും ശ്രദ്ധിച്ചിട്ടില്ല. ആര് ജയിച്ചാൽ എന്താണ് അല്ലേ. പറഞ്ഞ് കുമ്പിളിൽ തന്നെ കഞ്ഞി പറഞ്ഞ പോലെ ആ ജയിച്ചവൻ്റെ പാർട്ടിയും ജയിച്ചവൻ്റെ ടീമുകളും 5 വർഷത്തിനുള്ളിൽ മെച്ചപ്പെടും. അല്ലാതെ സാധാരണക്കാരന് വല്ല മെച്ചമുണ്ടാകും? ഒരു മെച്ചമില്ല. ജനങ്ങൾക്കൊക്കെ തിരിച്ചറിവും ബോധവും ഉണ്ടായി എന്നാണ് പറഞ്ഞു വരുന്നത്. ശരിയല്ല? ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.